പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ കോഴിക്കോട് കുറ്റ്യാടിയിലുണ്ടായ ഉന്തും തള്ളലിൽ വിചിത്രവാദവുമായി കോഴിക്കോട് DCC നേതൃത്വം. നടന്നത് സ്നേഹത്തള്ളൽ മാത്രം. ഷാഫി പറമ്പിലിന് നീരസമുണ്ടായി എന്നത് വാസ്തവ വിരുദ്ധമായ വാർത്തയാണെന്നും DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ ന്യായീകരണം. അതേസമയം കുറ്റ്യാടിയിലേത് ഇല്ലാത്ത സംഭവമാണെന്നും മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കുറ്റ്യാടിയിലെ UDF ജാഥയുടെ സ്വീകരണ പരിപാടിക്കിടെ വേദിയിൽ വെച്ച് നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. സ്ഥലം MP ആയ ഷാഫി പറമ്പിലിന് പ്രസംഗിക്കാൻ വിളിക്കാത്തതിനുള്ള അമർഷമാണ് ഉന്തും തള്ളലിലും കലാശിച്ചത്. ഉന്തും തള്ളലിലുമിടെ മുതിർന്ന കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിലാണ് വിചിത്ര വിശദീകരണവുമായി DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രംഗത്ത് വന്നത്. വടകര MP എന്നല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവട്ടെ വിളിക്കാൻ, നിങ്ങൾ അറിയോ വിവരം? വടകര MP തന്നെയല്ലേ പറഞ്ഞത്, ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നു. ഷാഫിയല്ലേ പറയണത്, ഞാൻ എന്നോടല്ലേ പറയണത്. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. സംഭവത്തെ ന്യായീകരിച്ചും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണില്ലെന്ന വാദവുമായി വി ഡി സതീശൻ രംഗത്ത് വന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയെന്ന് എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഊതി വീർപ്പിക്കുന്നത്. കേരളം എവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയ? യാത്രയുടെ കാസർകോട്ടെ ഉദ്ഘാടന വേദിയിൽ KC വേണുഗോപാൽ സംസാരിക്കുന്നതിനിടെ K സുധാകരൻ ഇറങ്ങിപ്പോയത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിനിടെയാണ് കുറ്റ്യാടിയിലുണ്ടായ നാടകീയ സംഭവം. പ്രചരിച്ച വീഡിയോ AI ആണെന്നാണ് DCC സെക്രട്ടറി പ്രമോദ് കാക്കട്ടിലിന്റെ വാദം. ഉന്തും തള്ളലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.